അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ ബി.ജെ.പി. രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വിദ്വേഷം പ്രചരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇന്ത്യ മുന്നണി ആഞ്ഞുപിടിച്ചാൽ ബി.ജെ.പിയെ താഴെയിറക്കാമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മതം തിരിച്ചാണ് രാജ്യത്തിപ്പോൾ പല പരിപാടികളും നടക്കുന്നതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. CPIM ബി.ജെ.പിയെ പരസ്യമായി എതിർക്കുകയും രഹസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ശ്രീരാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നാളെ അയോധ്യയിൽ നടക്കുകയും അതിനെപ്പോലും രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ പേരിലുള്ള ഈ രാഷ്ട്രീയ കളി അത് നമുക്ക് അംഗീകരിക്കുവാൻ സാധ്യമല്ല. ഈ രാജ്യത്തെ ജനങ്ങളെ അങ്ങേ വഞ്ചിക്കുവാൻ സാധിക്കുകയില്ല. രാമനോടുള്ള സ്നേഹം അത് രാജ്യം ഉൾക്കൊള്ളുന്നു. അതേ അവസരത്തിൽ രാമക്ഷേത്രത്തെ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളിയിൽ വീഴാൻ മാത്രം മണ്ടന്മാരല്ല ഇന്ത്യയിലുള്ള ജനങ്ങൾ എന്ന് ഇവിടുത്തെ ഭരണകൂടം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ നമ്മൾ പോരാടുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ അവരുമായി സന്ധി ചെയ്തവരാണ് കേരളം ഭരിക്കുന്നത് എന്ന് നാം വിസ്മരിക്കരുത്. നിങ്ങൾക്കറിയാം, ഇവർ തമ്മിൽ ധാരണയാണ്, അവിഹിതമായ ബന്ധമാണ്. കാരണം സംഘപരിവാറിന്റെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. കേരളത്തിലെ CPMന്റെ ഞാൻ അടിവരയിട്ട് പറയുന്നു, കേരളത്തിലെ CPMന്റെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധതയാണ്. ഈ കോൺഗ്രസ് മുക്ത ഭാരതവും കോൺഗ്രസ് വിരുദ്ധതയും സന്ധി ചെയ്യുകയാണ്. കോഴിക്കോട് കടപ്പുറത്ത് യൂത്ത് ലീഗിന്റെ റാലിയോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയായിരുന്നു റാലി. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ എന്താണ്? നേതാക്കളുടെ വിമർശനം ഏത് തരത്തിലായിരുന്നു സമീർ? ലോകത്ത് മുഴുവൻ ജനാധിപത്യ വിശ്വാസം. ശ്രീജിത്ത്, അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വലിയ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായിരിക്കുന്നത്. അയോധ്യ രാമനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനെയാണ് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. അത്തരത്തിലുള്ള നീക്കങ്ങളെ ചെറുക്കണം. ഒപ്പം തന്നെ ശക്തമായ രീതിയിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വരേണ്ടതിന്റെ ആവശ്യകത കൂടി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് പരിപാടിയിൽ പങ്കെടുത്ത തെലങ്കാനയിൽ നിന്നുള്ള തെലങ്കാന മന്ത്രി ഈ പരിപാടിയിലെ മുഖ്യാതിഥിയായി എത്തിയിരുന്നു. അവരും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് മോദി മതത്തിന്റെയും ജാതിയുടെയും പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ് മുഖ്യാതിഥിയായിട്ടുള്ള തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതക്കയും വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയും CPIM തമ്മിൽ വലിയ ബന്ധമുണ്ട്, അവർക്കിടയിലുള്ള ധാരണയുണ്ട്. ആ ധാരണയുടെ ഭാഗമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ CPIM നേതാക്കൾക്കെതിരായിട്ടുള്ള അന്വേഷണം നടക്കാതെ പോകുന്നത് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും ഈ വിവിധ വിഷയങ്ങളിൽ യൂത്ത് ലീഗിന്റെ ഈ സമ്മേളനത്തിൽ സംസാരിച്ചു. കൂടാതെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വിവിധ മേഖലകളിൽ വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെയും നിലപാടുകൾ വ്യക്തമാക്കി. ഒപ്പം തന്നെ അയോധ്യ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. ആ വേളയിലെല്ലാം തന്നെ എടുത്തിട്ടുള്ള നിലപാടുകൾ എക്കാലത്തും പ്രശംസനീയമാണ് എന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഇപ്പോഴും യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അയോധ്യ വിഷയത്തിൽ ബി.ജെ.പി. രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള വിമർശനം ആവർത്തിക്കുകയാണ്. അത് കടുപ്പിക്കുകയാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ.